ഇപ്പോൾ പ്രളയത്തിലെ സർക്കാർ സമീപനം അത് രാഷ്ട്രീയ ആയുധമാക്കുമ്പോൾ അതിൽ എത്രത്തോളം വാസ്തവം ഉണ്ട് എന്നുകൂടി നമുക്ക് പരിശോധിക്കണം. ഇന്ദുലേഖ രേണു തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. ഇന്ദുലേഖ, വി ഡി സതീശന്റെ ചിത്രം, ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചിത്രമുണ്ട്, പിന്നീട് ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട ചിത്രം, പിന്നീട് അദ്ദേഹം നടത്തിയ ഉച്ചഭക്ഷണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഈ വിഷയങ്ങളൊക്കെ തന്നെ CPM-ന്റെ ഭാഗത്തു നിന്നും പറയാതെയും പറഞ്ഞുമൊക്കെ തന്നെ വിമർശനങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. അതിൽ അതേസമയം വി ഡി സതീശന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും വരുന്നില്ല, മൗനമാണ്. ഇത് ഏതൊക്കെ രീതിയിലുള്ള തെറ്റായ സന്ദേശങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്? സർക്കാർ വിമർശനത്തിന് വിധേയമാകുന്നത് ഏതൊക്കെ കാര്യത്തിലാണ് ഇന്ദുലേഖ? പ്രജീഷ്, ഈ പറഞ്ഞ സാഹചര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ചിത്രങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലൊരു പ്രചാരണമാണ് അതിന് ലഭിക്കുന്നത്. അതിപ്പം ഇടത് ഹാൻഡിലുകൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും വലിയ രീതിയിലാണ് അവരതിനൊരു പ്രചാരണം നൽകുന്നത് എന്നുകൂടി വേണമെങ്കിൽ പറയാം. ഈ പറഞ്ഞതുപോലെ തന്നെ തുലാഭാരമായാലും അതുപോലെ തന്നെ ഹെലികോപ്റ്റർ യാത്രയായാലും പിന്നെ ഒരു യൂത്തിലേക്ക് നേതാവിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയതടക്കമുള്ള വിവിധ തരത്തിലുള്ള പരിപാടികളുടെ ചിത്രം വലിയ തോതിലാണ് ഇത്തരത്തിൽ പ്രചാരണം നേടുന്നത്. അത് പൊതുസമൂഹവും അത്തരത്തിലൊരു ആ വിഷയങ്ങൾ ചർച്ചയാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് കൂടി ഇത്തരം ഒരു ചിന്ത കടന്നു കയറിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിൽ ഹെലികോപ്റ്റർ ലീസിനെടുത്ത ഒരു സമയത്ത് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അടക്കം പരസ്യമായി സഭയിലടക്കം ഈ കാര്യങ്ങളെ വിമർശിച്ചിരുന്നു. അതിന്റെ അടക്കം ബൈറ്റുകൾ അടക്കം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അടക്കമാണ് ഇപ്പോൾ ട്രോളുകളായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് അടിയന്തര സാഹചര്യത്തിൽ പോലും ഉപയോഗിച്ചതിനെ വിമർശിച്ച് അദ്ദേഹം ഇന്ന് പിതാവിന് അദ്ദേഹത്തിന്റെ സുഖവിവരം അന്വേഷിക്കാനായിട്ട് പോയി എന്ന തരത്തിൽ അടക്കം ചർച്ചകൾ വരികയാണ്. മാത്രമല്ല, അന്ന് അദ്ദേഹത്തെ പിന്താങ്ങിയവരും അതുപോലെ തന്നെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ എതിർത്ത് ഫേസ്ബുക്കിൽ അടക്കം പോസ്റ്റ് ഇട്ട ആളുകളെയും ഇപ്പോൾ പൊതുസമൂഹം ആക്രമിക്കുന്ന അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിക്കുന്ന ഒരു നിലയുണ്ട്. വി ടി ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ അതിനൊരു ഉദാഹരണമായി പറയാം. അന്ന് വി ടി ബൽറാം ഇദ്ദേഹം വിജയൻ അതോ അജയനോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അന്ന് അതിന് വലിയൊരു പ്രചാരണം ലഭിച്ചിരുന്നു. ഇന്നിപ്പോൾ ഇപ്പോൾ ഒന്നും പറയാനില്ലേ എന്ന് തിരിച്ച് ട്രോളുകൾ അദ്ദേഹം നേരിടുമ്പോൾ ഇന്നും അദ്ദേഹത്തിന്റെ വക ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൂടി ശ്രദ്ധേയമാവുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ എന്നെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകയല്ല വേണ്ടത്. നാട്ടിലെ ഔദ്യോഗിക പ്രതിപക്ഷം ഉത്തരവാദ ബോധത്തോടെ അതിനെതിരെ വിമർശനം ഉന്നയിക്കുക, സർക്കാരിനെതിരെ അക്കൗണ്ടബിൾ ആകുക എന്നുള്ളതാണ്. കാറും ബംഗ്ലാവും പരിവാരങ്ങളും ഒക്കെ അനുവദിച്ച് ക്യാബിനറ്റ് റാങ്കിൽ പ്രതിപക്ഷ നേതാവിനെ വെച്ചിരിക്കുന്നത് ഇതിനൊക്കെ വേണ്ടിയാണ്. ഈ ഒരു പോസ്റ്റ് നമുക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഒന്നെങ്കിൽ നിങ്ങൾ ചോദ്യം ചോദിച്ചുകൊള്ളൂ, ഞങ്ങളുടെ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പക്കൽ അതിന് കൃത്യമായ രീതിയിൽ മറുപടിയുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഞങ്ങൾക്കും ഇതൊരു തെറ്റായി തോന്നുന്നു, നിങ്ങൾ ചോദ്യം ചോദിക്കണം, ചോദിക്കുക തന്നെ വേണം. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. കാരണം ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഇതിനെതിരെ ഒരു എതിർപ്പ് ഉയർന്നിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ആരുടെ ഭാഗത്തു നിന്നും ഇതിനൊരു ക്ലാരിറ്റി നൽകും വിധത്തിൽ ഒരു മറുപടി വന്നിട്ടില്ല. മുഖ്യമന്ത്രിയാണെങ്കിൽ മൗനം പാലിക്കുന്നു, പ്രതിപക്ഷ നേതാവ് പ്രത്യക്ഷത്തിൽ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് വരുന്നില്ല. അങ്ങനെ വലിയ രീതിയിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയാവുകയാണ് പൊതുസമൂഹത്തിൽ.